ദൈവകരുണയുടെ തിരുനാളിൻ്റെ വാഗ്ദാനങ്ങൾ ഞാൻ വേഗം പറയുകയാണ്. കർത്താവ് പറയുകയാണ്, കൃപാവരത്തിൻ്റെ വരപ്രസാദത്തിൻ്റെ എല്ലാ ചാലുകളും ഞാൻ തുറന്നു വിടുന്ന ദിവസമാണത്. പ്രസാദവരത്തിൻ്റെ വൻകടൽ തുറക്കുന്ന ദിവസം. 699 ഖണ്ഡികയിൽ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പറയുന്നതാണ്. അതായത് നമുക്ക് കർത്താവിൻ്റെ കൃപ ഈ വിശുദ്ധവാരം കഴിഞ്ഞ് സ്വീകരിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. എല്ലാ കൃപയുടെ ചാലുകളും കൃപയുടെ കടലും തുറക്കപ്പെടുന്ന ദിവസമാണ്. ഈ തിരുനാളിന് ഒരുക്കമായിട്ട് കുമ്പസാരിച്ച്, പ്രത്യേകം ശ്രദ്ധിക്കുക, കുമ്പസാരിച്ച് പാപം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് കുമ്പസാരിച്ച് പാപം വേണ്ട, ഞാൻ പാപം ചെയ്യില്ല, എനിക്ക് പാപം വേണ്ട, പാപം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും ഇന്ന് വരെയുള്ള ജീവിതത്തിലെ സമ്പൂർണ്ണ പാപപരിഹാരവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കുന്ന ദിവസമാണത്. മാമോദീസായിൽ ലഭിക്കുന്ന കൃപകൾക്ക് തുല്യമാണ് അത് എന്ന് ഈശോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പല ദൈവശാസ്ത്രജ്ഞന്മാരും ഈ തിരുനാളിനെ 2ാം മാമോദീസ എന്ന് വിളിക്കാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 2002 ജൂൺ മാസം 29 തിരുസഭ ദൈവകരുണയുടെ തിരുനാളിന് പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിച്ച് തന്നിട്ടുണ്ട്. പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്ന ദിവസമാണ്. ഈ തിരുനാളിന് ഒരുക്കമായിട്ട് ദുഃഖവെള്ളിയാഴ്ച മുതൽ 9 ദിവസത്തേക്ക് ദൈവകരുണയുടെ നൊവേന ചൊല്ലി നമ്മൾ ഒരുങ്ങണം.